ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തേതെന്ന് വെച്ചാൽ ഞാനൊരു 9 മാസത്തെ ലോങ് ഗ്യാപ്പിന് ശേഷം ഫസ്റ്റ് ടൈം ഇടുന്ന ഒരു വ്ളോഗാണ്. അറിയാം, ഞാൻ ഒരുപാട് ലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ് ഈ ചെയ്യുന്നത് എന്ന് റെഗുലറായിട്ട് വാച്ച് ചെയ്യുന്ന ആൾക്കാർ കുറച്ചെങ്കിലും എൻ്റെ ഷോർട്സൊക്കെ ഇടയിൽ ഞാൻ ഇട്ടത് കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അപ്പം ഇത്രയും ഗ്യാപ്പ് ഇട്ടതല്ലേ, അപ്പോൾ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട് വ്ളോഗും അതുപോലെ തന്നെ എല്ലാം ചെയ്യാനായിട്ട്. ഇൻഷാ അല്ലാഹ് ഇനി റെഗുലറായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, എൻ്റെ മടിയൊന്ന് മാറ്റിയെടുത്തിട്ട്. അപ്പം ചാനൽ ഇഷ്ടമാവുകയാണെന്നുണ്ട് വെച്ചെങ്കിൽ, പുതിയ വ്യൂവേഴ്സ് ആണെന്നുണ്ട് വെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗിൻ്റെ വിശേഷം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളൊന്ന് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ വീട്ടിലേക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. അപ്പോൾ ഓണം വെക്കേഷനായിട്ട് എൻ്റെ അമ്മയും അനിയത്തിയും ഇപ്പം എല്ലാവരും ഇങ്ങോട്ട് വരാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അവർ കുറേ ആയി എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട്. ലോങ് ഡിസ്റ്റൻസ് ആയ കാരണം തന്നെ നമുക്ക് അങ്ങനെ പെട്ടെന്ന് പോയി വരാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓണം എക്സാമിനൊക്കെ ആയിട്ട് മുമ്പിട്ടായിട്ട് ഒന്ന് പോയിട്ട് വരാമെന്ന്. അങ്ങനെ കഴിഞ്ഞ ആഴ്ചേൻ്റെ മുന്നത്തെ ആഴ്ച എടുത്തു വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഈ വീഡിയോസൊക്കെ. അപ്പോൾ ഉമ്മ കുറച്ച് ഈസായിട്ട് ഇങ്ങനെ കുട്ടികളൊക്കെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മിപ്പിയൊക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും പെട്ടെന്നൊരു തീരുമാനിച്ചതാണ്. ഞങ്ങൾ റെഡി ആയിട്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് വ്യൂസ് കണ്ടാൽ തന്നെ അറിയുണ്ടാവും, നല്ല ഇരുട്ടാണ് പുറത്ത്. കാരണം ഞങ്ങൾ രാത്രിയാണ് പോകാറ് എപ്പോഴും. ഇപ്പോൾ ശനിയാഴ്ച രാത്രിയാണ്, ഒരു 10 മണിയൊക്കെ ആയി. കുട്ടികൾക്കൊക്കെ ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം ഇക്ക വന്നിട്ട് അങ്ങനെയാണ് കേട്ടോ പോണത്. അപ്പോൾ വീട്ടിലേക്ക് പോകുമ്പോൾ ഇത് വന്നിട്ട് കേക്ക് മുറിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്നുമല്ല, എൻ്റെ ഇക്കാൻ്റെ കൂട്ടുകാരൻ്റെ വൈഫ് ഹോം ബേക്കറാണ്. അപ്പോൾ ആൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഇക്കാൻ്റെ അടുത്ത് കേക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഓർഡർ തരുമോ എന്ന്. എനിക്കാണെന്ന് വെച്ചെങ്കിലോ ഭയങ്കര ഇഷ്ടമാണ് കേക്ക് കേട്ടോ. എനിക്കും അതെ, എൻ്റെ ഏറ്റവും ചെറിയ മോൾക്കും ഭയങ്കര ഇഷ്ടമാണ്. രണ്ടാമത്തെ മോൻക്കും അത്ര വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷെ കഴിക്കും. അപ്പം ഞങ്ങൾക്കാണ് കൂടുതലൊരു കേക്കിനോട്, അതും പ്രത്യേകിച്ച് ക്രീം കേക്കിനോടൊരു ക്രേവിങ്സ് കൂടുതലുള്ളത്. അപ്പോൾ ഞങ്ങൾ കുറച്ചായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു കാക്ക് ഈ ക്രീം കേക്കിനോട് വലിയ താല്പര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കഫ്കെട്ട് വരും, അങ്ങനെയൊക്കെയുള്ള ഒരു ഇതുമുണ്ട്. എനിക്ക് ചെറിയൊരു അലർജിയുടെ പ്രോബ്ലം ഉണ്ട്. അപ്പം അതിനും നല്ലതല്ലല്ലോ ഈ പാൽ ഐറ്റംസ് അങ്ങനെയുള്ളതൊക്കെ കഴിക്കണത്. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊന്ന് ഇതാക്കിയതായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ച്, അപ്പോൾ ഞാനിങ്ങനെ വൈറ്റ് ഫോറസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെ വൈറ്റ് ഫോറസ്റ്റ് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പം അത് വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തതാണ്, അല്ലാണ്ട് സ്പെഷ്യൽ ഡേയോ സ്പെഷ്യൽ ഇതൊന്നുമല്ല. പക്ഷേ ഞാൻ എന്തെന്നാ പറയുക, വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്ന അന്ന് തന്നെ കേക്ക് കിട്ടി എന്നുള്ളതാണ്. അങ്ങനെ വീട്ടിലെത്തുമ്പോൾ ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇവിടുന്ന് ഒരു 10 മണി ആ സമയമാകുമ്പോഴേക്കിനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ പോയി കിടന്ന് ഉറങ്ങി. എന്നിട്ട് പിന്നെ വന്നിട്ട് ഈ ഒരു രാവിലെയാണ് ഞാൻ വീഡിയോസൊക്കെ എടുത്തു തുടങ്ങിയത്. അപ്പം അങ്ങനെ വലിയ ക്ലിപ്സൊന്നും എടുത്തിട്ടില്ല, കുഞ്ഞു ചെറിയ ക്ലിപ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട് എന്നുള്ളത്, ആ ഒരു ഭയം, നമ്മൾ കുറച്ച് അകപ്പെട്ടതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇതാ ഇപ്പയും മക്കളും എല്ലാവരും കൂടിയിട്ട് തൊട്ടടുത്ത് തന്നെ എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡിൻ്റെ വീടുള്ളത്. ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ സ്വന്തമായിട്ട് കട നടത്തുന്നുണ്ട്. അപ്പോൾ കുട്ടികളെ കയറ്റി ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇപ്പം അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ അങ്ങോട്ട് മേടിച്ചു കൊടുത്താൽ ഇപ്പാക്ക് എന്തപ്പാൻ്റെ രാവിലത്തെ ഒരു ഡ്യൂട്ടി കഴിഞ്ഞൊരു പ്രതീതിയാണ്. കുട്ടികൾ രാവിലെ ഉണർന്നിരിക്കുമ്പോഴേക്കിനും ഇപ്പം കുട്ടികൾക്കുള്ള ഇപ്പിമ്മയൊക്കെ ചായ, അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട സ്നാക്സ് അങ്ങനെയുള്ളതൊക്കെ ആക്കി വെച്ചിട്ടുണ്ടാവും. ഇമ്മ ഹെൽത്തി ഫുഡ്സിനാണ് നോക്കുക. ഇപ്പോൾ പിന്നെ അവരുടെ വീക്ക്നെസ്സിൽ പോയി പിടിക്കും, മിഠായി, ചോക്ലേറ്റ് അങ്ങനെയുള്ളതിലൊക്കെ. അപ്പം അങ്ങനെയുള്ളതൊക്കെ അവർ ഇപ്പം എൻ്റെ വകയായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് ഇപ്പം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കലാണ്. അങ്ങനെ വന്നതും അവർക്കുള്ള അവരെ കൂട്ടിയിട്ട് പോയിട്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എന്തൊക്കെയാണെന്ന് വെച്ചെങ്കിൽ അതൊക്കെ മേടിച്ചു കൊടുത്തിട്ട് അങ്ങനെ വരികയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഉച്ചക്കലത്തെ ഫുഡ് എന്താണെന്നുള്ളതാണ് പിന്നെ അടുത്ത ചർച്ച. രാവിലെ വന്നിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ദോശ, സാമ്പാർ, അതുപോലെ തന്നെ
ഇത് ചട്ടിണിയായിരുന്നു കേട്ടോ. അത് ഞാൻ ഉണ്ടാക്കണതോ അല്ലാച്ചെങ്കിൽ അത് കഴിക്കുന്ന വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഞാനങ്ങനെ വിട്ടു. ഫുഡിൻ്റെ ഒന്നും വീഡിയോസൊന്നും എടുത്തിട്ടില്ല. എന്നതിന് ശേഷം ഇതാ ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ മേടിച്ച് തന്ന സ്നാക്സും മിഠായും എല്ലാതും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർക്കൊക്കെ കറക്റ്റായിട്ട് വീതം പോലെ ഇങ്ങനെ വീതിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എൻ്റെ മാമൻ്റെ മകളുണ്ട്. അതുപോലെ തന്നെ നീല ഷർട്ട് വന്നിട്ട് എൻ്റെ അനിയത്തിയുടെ കുട്ടിയാണ് കേട്ടോ. അങ്ങനെ രണ്ടുപേരും ഞങ്ങൾ വന്നു എന്ന് വെച്ചാൽ വരും. പിന്നെ ഞങ്ങൾ പോകുമ്പോൾ അങ്ങനെ അങ്ങോട്ട് ആക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യും. പിന്നെ അനിയത്തി പിന്നെ ഞാൻ വരുമ്പോൾ വീട്ടിൽ ഒബ്വിയസ്ലി ഉണ്ടാവുമല്ലോ. അവൾ അടുത്തായത് കാരണം നമ്മൾ വിളിക്കും, വരുന്നതൊക്കെ അറിയും. ഞാൻ വരിക എന്ന് വെച്ചാൽ ഒരൊറ്റൊരു ദിവസത്തിനാണ്. ശനിയാഴ്ച വന്നു എന്ന് വെച്ചാൽ ഞാൻ ഞായറാഴ്ച തിരിച്ചു പോകും. അങ്ങനെയാണ് എൻ്റെ വരവും പോക്കും എല്ലാതും. പിന്നെ നമുക്ക് ലീവൊക്കെ കിട്ടുന്ന സമയത്താണ് ഒരു 2-3 ദിവസമൊക്കെ എക്സ്ട്രാ നമ്മൾ നിൽക്കുകയുള്ളൂ. അപ്പം എന്തായാലും അവർ പറഞ്ഞയച്ചു വിടും. നമ്മൾ ചോദിച്ചു എന്ന് വെച്ചാൽ അങ്ങനെയാണ് കേട്ടോ. വീഡിയോ തന്നെ എടുക്കണ ഞാൻ ഒന്നുകൂടി ചിരിച്ചേ. നീ ചെളിക്കാൻ ബാക്കി മാത്രണ്ട്. അങ്ങനെ ഇപ്പോൾ ഇതാ ഉച്ചക്കലത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ മമ്മാനെ കാണാൻ വേണ്ടിയിട്ട് പോയതാണ്. ഉച്ചക്കലത്തെ ഫുഡ് വന്നിട്ട് നമ്മളുടെ ബിരിയാണിയും അതുപോലെ തന്നെ പായസം അങ്ങനെയൊക്കെ ആയിട്ടാണ് ഉണ്ടായിരുന്നത്. ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല കേട്ടോ. അങ്ങനെ മമ്മാനെ കാണാൻ വേണ്ടിയിട്ട് മാമാൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ പിന്നെ മമ്മാനെ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. വന്ന് നോക്കുമ്പോൾ കാക്ക ഉറങ്ങിയിരുന്നു, എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ പായസം കാര്യങ്ങളൊക്കെ കുടിച്ചാണ്. എന്നതിന് ശേഷം എന്താ ഞങ്ങൾ റെഡിയാവാനുള്ള സമയം ആയിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ പോണ വഴിക്ക് അങ്ങനെ മമ്മാനെ കണ്ടിട്ട് ഇക്ക വന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ മമ്മാനെ കണ്ടിട്ട് അങ്ങനെ പോകാമെന്നാണ് വിചാരിക്കുന്നത്. അവിടെ മുകളിലാക്കി കൊടുക്കും വേണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഫമിക്കുട്ടി കരയണ എന്താണെന്ന് വെച്ചാൽ അവൾക്ക് എന്തോ ടോയ്സ് വേണം പറഞ്ഞിട്ടാണ്. അപ്പം പോണ വഴിക്ക് മേടിച്ചു കൊടുക്കുക പറഞ്ഞിട്ട് ഇവിടെ അന്വേഷിച്ച് നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. അതിന് വേണ്ടിയിട്ടാണ് കരയുന്നത് കേട്ടോ. അങ്ങനെ ഇതാ എല്ലാവരും ഓരോരുത്തരൊക്കെ ആയിട്ട് റെഡിയായി മാറ്റി ഒരുങ്ങി. സിമ്പിളായിട്ട് തന്നെ രാത്രി തന്നെയല്ലേ പോണത്, അതുകൊണ്ട് ഒരുപാട് ഗ്രാൻഡായിട്ടൊന്നും ഒരുങ്ങിയിട്ടില്ല. വീട്ടിൽ നിന്ന് വരുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു, രാത്രിക്കല്ലേ വരവും പോക്കുമൊക്കെ. അപ്പം അങ്ങനെ ഉമ്മാനായിട്ടും ഉപ്പാനായിട്ടും അനിയത്തിയുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും യാത്ര പറഞ്ഞിട്ട് വരികയാണ്. ഏറ്റവും സങ്കടം എൻ്റെ അനിയത്തിയുടെ കുട്ടിക്ക് ഉണ്ടാവുക എപ്പോഴും. അവൻ വരുമ്പോൾ കരയും. അവൾ ചോദിക്കും, എന്തിനാടി നീ എൻ്റെ കുട്ടീനെ ഇങ്ങനെ കരയിപ്പിക്കുന്നത് ചോദിക്കും. പക്ഷേ ഞങ്ങളിങ്ങനെ കരഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ മൂത്തുമ്മയും താത്താരും ഒക്കെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞാനും എൻ്റെ അനിയത്തി ഇങ്ങനെ കരഞ്ഞിട്ടുണ്ട്. അവർ എൻ്റെ അടുത്താണുള്ളത്, പാലക്കാടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അറിയാം അവനക്ക് എത്രത്തോളം ഫീലാവും എന്നുള്ളത് നന്നായിട്ട് അറിയാം. പക്ഷേ ഇങ്ങനെ തന്നെയല്ലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഓണം വെക്കേഷൻ എക്സാമൊക്കെ കഴിഞ്ഞതിന് ശേഷം കുട്ടി ഇങ്ങോട്ട് വായോ വീട്ടിലേക്ക് മൂത്തുമ്മാൻ്റെ അവിടേക്ക് വാ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചൊക്കെ ഒന്ന് സമാധാനപ്പെടുത്തിയിട്ടാണ് വന്നിട്ടുള്ളത്. കുറച്ച് ദിവസം കൂടിയൊക്കെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ മക്കളെല്ലാവരും യാത്രയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇറങ്ങുകയാണ് കേട്ടോ ചെയ്യണത്. കുഞ്ഞുമാക്ക് കൊടുക്കുമ്മ, കുഞ്ഞുമാക്ക് കൊടുക്ക്. അപ്പം ഞങ്ങൾ മക്കളെ എല്ലാവരുടെയും കൂട്ടിയിട്ട് മാമൻ്റെ മോളിനെയും അനിയത്തിയുടെ കുട്ടീനെയും എല്ലാവരുടെയും കൂട്ടിയിട്ട് ചെറിയൊരു ഔട്ടിങ്ങിന് വന്നു കേട്ടോ. കാരണം പോണേൻ്റെ ഉള്ളിൽ ചെറുതായിട്ടൊന്ന് അവരൊന്ന് കറക്കിയിട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ട്. ഒന്നുമല്ല, ഞങ്ങൾ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു ടൗൺ ഉണ്ട്, കറകപുത്തൂർ പറയും. അവിടെ പോയി കണ്ട് മക്കൾക്ക് എന്താ അവരുടെ ആവശ്യത്തിന് ഇഷ്ടം എന്താണോ അതിനനുസരിച്ചിട്ട് ഓരോന്നൊക്കെ മേടിച്ചു കൊടുക്കുക, ജസ്റ്റ് ഒന്ന് സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ചെറിയൊരു സമയത്തേക്കെങ്കിലും അവനക്കൊരു ചെറിയൊരു ആശ്വാസം കിട്ടിയാലോ സങ്കടവും കാര്യങ്ങളും ഒക്കെ എന്ന് കരുതിയുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും മോളൊന്നും ഡ്രസ്സൊന്നും ഞങ്ങളത് നേരാവണ്ണം മുടിയൊന്നും നേരാവണ്ണം കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നില്ല.
പെട്ടെന്ന് ആ ഇറങ്ങുന്ന സമയത്ത് ഇക്ക പറഞ്ഞു വെറുതെ ഒന്ന് കറക്കിയിട്ട് കൊണ്ടുവന്നാലോ കുട്ടികളെ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ശരി, അവർക്കത് ഭയങ്കര ഒരു സന്തോഷമായിരിക്കുമല്ലോ. അങ്ങനെ കൊണ്ടുവന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് മാറ്റി കൊടുക്കാനും അതിനൊന്നുമുള്ള ടൈമില്ല, സമയം ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ മമ്മാൻ്റെ അടുത്തേക്ക് വീണ്ടും പോകണം, നമുക്ക് മമ്മാൻ്റെ അടുത്ത് പറഞ്ഞിട്ട് വേണം വരാനായിട്ട്. അപ്പോൾ അതൊക്കെ ആവുമ്പോൾ ഒരുപാട് ടൈം ആവില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം അങ്ങനെ അങ്ങോട്ട് ഇറക്കിയിട്ട് കൊണ്ടുപോയതാണ്. എന്നിട്ട് അവർക്ക് വേണ്ടതെല്ലാതും മേടിച്ചും കൊടുത്ത് ഇതാക്കി. അപ്പോൾ മക്കൾക്ക് എല്ലാവർക്കും ജ്യൂസ് അങ്ങനത്തെ വേറെ എന്തൊക്കെയോ കാർഡോ പോക്കിമോൻ കാർഡോ എന്തൊക്കെയൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ അവരുദ്ദേശിച്ച കാർഡ് അവിടെ ഉണ്ടായിരുന്നില്ല, വേറെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അപ്പോൾ വേണ്ടത് ഓരോരുത്തർക്ക് വേണ്ടതൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, ടോയ്സും മിഠായിസും എല്ലാതും. അങ്ങനെ അവരെല്ലാവരുടെയും അവരവരുടെ വീട്ടിലേക്ക് ആക്കി കൊടുത്ത്, മോനെ അനിയത്തിയുടെ അടുത്തേക്ക് ആക്കി കൊടുത്തിട്ട് പിന്നെ നേരെ മാമാൻ്റെ വീട്ടിൽ പോയി. അങ്ങനെ അമ്മായിനെയും മാമാനെയും ഒക്കെ കണ്ട് ഉമ്മമാനെയൊക്കെ കണ്ട് യാത്രയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇറങ്ങി. മാമാൻ്റെ അവിടെ അധികം സമയമൊന്നും നിന്നൊന്നുമില്ല, വേഗം ഇറങ്ങി. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ ഇത്രയും ലോങ് നമ്മൾ വരേണ്ടതല്ലേ, അതുകൊണ്ട് അധികം നേരം നിൽക്കൂല എന്ന് വെച്ച് മമ്മ സമ്മതിക്കൂല. മക്കളെ എത്ര സമയമായില്ലേ, നിങ്ങൾ പോയിക്കോ എന്നൊക്കെ പറയും. അവിടെ എത്തിയാൽ തന്നെ വിളിക്കണം എന്നൊക്കെ പറയും മമ്മ. അവിടെ എത്തിയതും വിളിക്കണം കേട്ടോ, എൻ്റെ ഫോണിലേക്ക് വിളിക്കണം അങ്ങനെയൊക്കെ പറയും. അപ്പോൾ എന്താണ് അങ്ങനെ മമ്മാൻ്റെ അടുത്തൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തിരിച്ച് ഇറങ്ങി അവിടുന്ന്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വ്ളോഗും കാര്യങ്ങളും. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. സിമ്പിളായിട്ടുള്ളൊരു വ്ളോഗായിരുന്നു, ചെറിയൊരു വ്ളോഗായിരുന്നു. നിങ്ങൾക്ക് കണ്ടൻറ്റും കാര്യങ്ങളും അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല എന്നറിയാം.